ഹലോ സ്റ്റുഡൻസ്, എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? വളരെയധികം ഹെക്റ്റിക്കായ എക്സാമിൻ്റെ ഒരു പീരീഡൊക്കെ കഴിഞ്ഞ് വെക്കേഷനെ വരവേൽക്കാൻ വേണ്ടി റെഡി ആയിരിക്കുകയാണെന്ന് അറിയാം. പലരും വെക്കേഷനിലേക്ക് വന്നു കഴിഞ്ഞു, വെക്കേഷൻ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചിലർ അടുത്ത അക്കാദമിക് ഇയറിലേക്കുള്ള പ്രാക്ടീസുകളും ഇപ്പോൾ 10ലേക്ക് പോകുന്നവരൊക്കെ ആണെങ്കിൽ അവർക്ക് ക്ലാസ് ചിലപ്പം നേരത്തെ സ്റ്റാർട്ട് ചെയ്യും. എനിവേ ഒരു ചെറിയൊരു റിലാക്സേഷൻ പീരീഡിലെ എല്ലാവരും ഉണ്ടാവണമെന്ന് അറിയാം. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ റിലാക്സ് ചെയ്യുന്ന ടൈമുകൾ സാധാരണ നമ്മൾ എന്താ ചെയ്യൽ? ഫോൺ നോക്കും. അപ്പോൾ മുന്നേ തന്നെ ഒരുപാട് പേര് വളരെയധികം ഫോൺ അഡിക്ഷൻ ഉള്ള ആൾക്കാരുണ്ടായിട്ടുണ്ടാവും. സ്ക്രീനിനായിട്ട് നമ്മൾ ഇനി കൂടുതൽ എൻഗേജ്ഡ് ആവാൻ പോകുന്ന ഒരു പീരീഡാണ് വരാൻ പോകുന്നത്. ഈ പീരീഡ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി ഉള്ള നിങ്ങളുടെ സ്ക്രീനുമായിട്ട് നിങ്ങളൊരു ബന്ധം, ആ ഒരു ഇൻട്രാക്ഷൻ നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങൾ ചെന്നെത്തിപ്പെടാൻ പോകുന്ന ഒരു വലിയൊരു ട്രാപ്പ് ഉണ്ട്. സോ ആ ട്രാപ്പ് നിങ്ങൾ എന്ത് ചെയ്യും? നശിപ്പിക്കും. അതാണ് ഇന്നത്തെ ടൈറ്റിൽ ഞാൻ ഉദ്ദേശിച്ചത്, യുവർ ഫോൺ ഈസ് കില്ലിങ് യു എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഫോണുമായിട്ടുള്ള നമ്മൾ ഇൻട്രാക്ഷൻ നമ്മൾ പ്രോപ്പർ ആക്കിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വീഴാൻ പോകുന്ന ട്രാപ്പ് ഹ്യൂജാണ്. നമ്മുടെ അക്കാദമിക്സ് നമ്മൾ ത്യാഗം ചെയ്യേണ്ടി വരും. എല്ലാതും നമ്മൾ കളഞ്ഞു കൊടുക്കും. ഫാമിലി ലൈഫ് ആവട്ടെ, നമ്മുടെ ബിഹേവിയേഴ്സ് ആവട്ടെ, ഈവൻ നമ്മുടെ ബ്രെയിനിൻ്റെ ഫങ്ഷൻസ് പോലും ഈ നമ്മുടെ സ്ക്രീനുമിൻ്റെ ഇൻട്രാക്ഷൻ വെച്ചിട്ട് റീഡിസൈൻ ചെയ്യപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് വരെ കുട്ടികൾ എന്ത് ചെയ്യും? എത്തിപ്പെടും. നമുക്കെല്ലാം നമ്മുടെ കൺട്രോൾ ഉണ്ടാവുക, മറിച്ച് നമ്മൾ ഡിജിറ്റൽ ആയിട്ടുള്ള നമ്മുടെ ഈ ടൂൾസ് നമ്മളെ കൺട്രോൾ ചെയ്യുന്ന ഒരു അവസ്ഥയ്ക്ക് നമ്മളറിയാതെ എത്തിപ്പെടും. അപ്പോൾ ഇതിൽ നിന്ന് കുട്ടികൾ മാത്രമല്ല, ഈവൻ അഡൾട്ട്സ് പോലും, നമ്മൾ ഓരോരുത്തരും, ഇപ്പം എൻ്റെ ഒരു ലൈഫിലേക്ക് ഞാൻ എടുത്ത് നോക്കുകയാണെങ്കിൽ ഞാനും ഇതിൻ്റെ ട്രാപ്പിൽ പലപ്പോഴും പെട്ടുപോയിട്ടുണ്ടാവുന്ന അവസ്ഥകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിഫ്ലക്റ്റ് ചെയ്യാൻ പറ്റും. സോ ഈ ഒരു ചലഞ്ചിനെ നമുക്ക് ഈ മുന്നിലിരിക്കുന്ന നമ്മൾക്ക് വന്നിട്ടുള്ള ഈ ഒരു അവസ്ഥയെ നമ്മൾ എങ്ങനെ ടാക്കിൾ ചെയ്യണം എന്നുള്ള ഒരു പോയിന്റാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഡെലിവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ വെൽക്കം ടു അനദർ വീഡിയോ. സോ കുട്ടികളും അതുപോലെ തന്നെ അഡൾട്ട്സുമായിട്ടുള്ള ഈ ഒരു ഫോണിൻ്റെ ടൈം, അവരുടെ ഒരു ബന്ധത്തെ സംബന്ധിച്ച് ഒരുപാട് പഠനങ്ങൾ നടന്നിട്ടുണ്ട്. എനിവേ അതിൽ നിന്നുള്ള പഠനങ്ങൾ ഒരുപാട് ടൈം, എത്രത്തോളം ടൈം നമ്മളെ ഫോണിൽ സ്പെൻഡ് ചെയ്യുന്നു എന്ന് നോക്കുമ്പോൾ ഒരു ആവറേജ് 6 hours and 40 minutes. അത് ചില പഠനങ്ങളിൽ ചില കമ്മ്യൂണിറ്റീസിനനുസരിച്ച് അത് മാറുന്നുണ്ട്. പോപ്പുലേഷൻ അനുസരിച്ചിട്ട് ചിലയിടത്ത് 5 മണിക്കൂറാണെന്ന് പറയുന്നുണ്ട്, ചിലയിടത്ത് 8 hours, 9 hours, ഈവൻ 10 hours ഒക്കെ വരെ ചില സ്റ്റഡീസിൽ എന്ത് ചെയ്തിട്ടുണ്ട്, കുട്ടികൾ ഈ ഇൻട്രാക്ഷൻ ഫോണുമായിട്ടുള്ള അവരുടെ സ്ക്രീൻ ടൈം കാണിച്ചിട്ടുണ്ട്. എനിവേ നമ്മളുടെ ഒരു പോപ്പുലേഷൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കുറേ പഠനങ്ങളിലേക്കൊന്നും പോകണ്ട. നമ്മുടെ ഫോൺ എടുത്തിട്ട് നമ്മളെ സിബ്ലിങ്സിൻ്റെ അല്ലെങ്കിൽ നമ്മളെ സ്വയം സ്ക്രീൻ ടൈം നോക്കി കഴിഞ്ഞാൽ ഒരു പക്ഷേ 6 മണിക്കൂർ തന്നെ നമുക്കും കണ്ടെത്താൻ വേണ്ടി പറ്റും. സോ ഇത്രയും ടൈം നമ്മൾ ഫോണിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വൈ വി ആർ സ്പെൻഡിങ് സോ മച്ച് ടൈം ഇൻ ദ ഫോൺ? എന്തിനാണ് ഞാൻ ഈ ടൈം സ്പെൻഡ് ചെയ്തിട്ടുള്ളതെന്ന് കാര്യം നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. സോ നമ്മളുടെ ഈ ഒരു ഇൻട്രാക്ഷൻ, ഫോണുമായിട്ടുള്ള നമ്മൾ ഇൻട്രാക്ഷൻ എപ്പോഴാണ് ഒരു അഡിക്ഷനായി മാറുന്നത് എന്നുള്ള കാര്യങ്ങളും കൂടി നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് മുന്നേ എന്തുകൊണ്ടാണ് ഫോണുമായിട്ടുള്ള നമ്മൾ ഇൻട്രാക്ഷൻ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ആസ് ഹ്യൂമൻ ബീങ്സ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സാധനമാണ് എന്ത്? കണക്ഷൻ. ഫോൺ നമ്മൾ യൂസ് ചെയ്യാൻ കാരണം എന്താണ്? ഇറ്റ് വാസ് ഈസിയർ ടു കണക്ട് വിത്ത് അതർ പീപ്പിൾ. മറ്റുള്ള ആൾക്കാരുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യാൻ എളുപ്പമുള്ളതുകൊണ്ടാണ് നമ്മൾ ഫോൺസ് യൂസ് ചെയ്യുന്നത്, റൈറ്റ്? അതല്ലെങ്കിൽ നമ്മളെ എഡ്യൂക്കേഷൻ പർപ്പസസിന് വേണ്ടിയിട്ട് നമുക്ക് ക്ലാസ്സുകളൊക്കെ, എനിവേ ഇറ്റ് മീൻസ് കണക്ഷൻസ്. അത് കണക്ഷൻസ് ആണ്. അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമാണ് നമ്മളെ പറ്റി മറ്റുള്ളവരെ അറിയിക്കാനും, വാട്ട് വി ആർ ഡൂയിങ്, വാട്ട് ആർ വി എന്നൊക്കെ അറിയിക്കാനുള്ള ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ഈസിയർ ആക്കുകയാണ് മൊബൈൽ ഫോൺസ് സാധാരണ ചെയ്യൽ. അപ്പം ഞാനിത് പറയാൻ കാരണം, വൈ വി ആർ യൂസിങ് ദ മൊബൈൽ ഫോൺസ് അല്ലെങ്കിൽ വൈ വി ആർ യൂസിങ് ദ സ്ക്രീൻ എന്നുള്ളത് ഒരാൾ ഡിഫൈൻ ചെയ്യാതെ, അതിനെ പ്രോപ്പറായി മനസ്സിലാക്കാതെ ഒരിക്കലും അയാളുടെ സ്ക്രീനുമായിട്ടുള്ള അയാളുടെ ഇൻട്രാക്ഷൻ അയാൾക്ക് റെഗുലേറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫോൺ ഉപയോഗിക്കുന്നത്. ഫോണിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഒബ്വിയസ്ലി ഏതിലായിരിക്കും? സോഷ്യൽ മീഡിയാസ്, യൂട്യൂബ് ആവട്ടെ, ഇൻസ്റ്റഗ്രാം ആവട്ടെ, ഞാൻ തന്നെ പെർട്ടിക്കുലർലി റീൽസിലാണ് ഇന്നത്തെ ആൾക്കാർ കൂടുതൽ എന്ത് ചെയ്യുന്നത്? ടൈം സ്പെൻഡ് ചെയ്യുന്നത്. സോ നമ്മൾ ശരിക്കും അവിടെ എന്തൊരു കണക്ഷൻ, ഇപ്പം നേരത്തെ പറഞ്ഞ ഒരു എയിം ഞാൻ പറഞ്ഞല്ലോ, കണക്ഷൻ, കമ്മ്യൂണിക്കേഷൻ. ആ ഒരു കണക്ഷനും കമ്മ്യൂണിക്കേഷനും ഹെൽത്തി ആയിട്ടാണോ ബിൽഡ് ചെയ്യുന്നത്? ഒരു പോസിറ്റീവ് ആസ്പെക്റ്റിലേക്കാണോ അതിൻ്റെ ഒരു ട്രജക്ടറി പോകുന്നത്? അതല്ല ഒരു നെഗറ്റീവ് ആസ്പെക്റ്റിലേക്കാണോ അതിൻ്റെ ട്രജക്ടറി പോകുന്നത് എന്ന് നോക്കിയിട്ട് വേണം നമ്മളുടെ സ്ക്രീനുമായുള്ള ബന്ധത്തെ ഡിഫൈൻ ചെയ്യാൻ. ഓക്കെ, ഈ ഒരു 6 hours 40 minutes എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഗുഡ് എമൗണ്ട് ഓഫ് ടൈം. ഓക്കെ, ഒരാൾ 50 വയസ്സ് വരെ ജീവിക്കുകയാണെങ്കിൽ ഏകദേശം അയാളുടെ 20 വർഷമാണ് അയാൾ സ്ക്രീനിൽ നോക്കി ഇങ്ങനെ പോകുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരാൾ ഇങ്ങനെ 20 വർഷം സ്ക്രീനിൽ നോക്കി ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ മീൻസ് നമ്മൾ ഡെയിലി ഒരു 6 hour നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിലൂടെ ആക്ച്വലി ഒരു 50 വയസ്സുള്ള ഒരാൾ 20 years ആണ് ഏകദേശം അയാൾ അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഡസ് ഇറ്റ് റിയലി മീൻ ടു ബി? നമ്മൾ ശരിക്കും ആ ഒരു 20 വർഷം കൊടുക്കാൻ മാത്രം വാല്യുവബിൾ ആയിട്ടുള്ള എന്തൊരു കാര്യമാണ് അതിൽ ചെയ്യുന്നത്?
സോ അത് നമ്മൾ ശ്രദ്ധിക്കണം. മാത്രമല്ല ഈ ഒരു ഞാൻ പെർട്ടിക്കുലർ സ്റ്റഡിയിൽ തന്നെ അവർ കണ്ടെത്തിയാണ് ഒരാൾ ഏകദേശം സ്റ്റുഡൻസിൻ്റെ മേൽ നടത്തിയ സ്റ്റഡിയിലാണ് 60 തവണ ഫോൺ ജസ്റ്റ് അൺലോക്ക് ചെയ്യും. ഈ ഒരു പ്രശ്നത്തെ വരുന്നുണ്ട്. ഫോണ് ഒന്നുമില്ല, ജസ്റ്റ് നമ്മളിരിക്കും, ഫോണൊന്ന് നോക്കിയാൽ ഒന്നുമില്ല, അപ്പോൾ വീണ്ടും ഓഫ് ആക്കി വെക്കും, ഫോൺ അൺലോക്ക് ചെയ്യും. വെറുതെ ഫോൺ അൺലോക്ക് ചെയ്യുക. എന്തുകൊണ്ടായിരിക്കും ആ ഫോണ് നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അൺലോക്ക് ചെയ്ത് നോക്കുന്നുണ്ടാവുക? ഓക്കെ, ഇറ്റ്സ് ബിക്കോസ് നമ്മുടെ ഉള്ളിൽ അൺകോൺഷ്യസ് ആയിട്ട് നമ്മുടെ ഫോണിൻ്റെ ഇൻട്രാക്ഷനിൽ നമ്മളൊരു ടാസ്ക് ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. ഫോണിൽ നോക്കുന്നതിലൂടെ എന്നും ഇൻസ്റ്റഗ്രാം സ്ക്രോൾ ചെയ്യുന്നതിലൂടെ എന്തൊക്കെയോ നമുക്ക് അൺനോൺ ആയിട്ടുള്ള എന്തോ ടാസ്കുകൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ആ ടാസ്ക് ഇതുവരെ ഫുൾഫിൽ ചെയ്യപ്പെട്ടിട്ടില്ല എന്നതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഫോൺ ഇങ്ങനെ എടുത്ത് നോക്കും. ആ ടാസ്ക് ഫുൾഫിൽ ചെയ്യുക. ആ ടാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഡിഫൈൻഡ് ആയിട്ടുള്ള ടാസ്ക് ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഇതാണ് ഈ ട്രാപ്പ്. അതുകൊണ്ട് തന്നെ ഇത് അൺലിമിറ്റഡ് ആണ്, ഇതൊരിക്കലും തീരൂല. ഓക്കെ, ഒരു നോട്ടിഫിക്കേഷൻ വന്ന് നമ്മൾ എടുത്ത് നോക്കി അതെന്തോ റെലവൻറ്റ് ഇൻഫർമേഷൻ FOMO ഇപ്പോൾ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന ഒരു നെയിമാണ്, ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട്. എനിക്കെന്തോ മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു ആങ്സൈറ്റി നമുക്ക് തന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാണ്, ഈ ഒരു ഫോണിൻ ഇൻട്രാക്ഷനിലൂടെ നമുക്ക് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റി നമ്മൾ അവെയർ ആയില്ലെങ്കിൽ ഇറ്റ് മേ റൂയിൻ അവർ ലൈഫ്സ്. അത് നമ്മളുടെ ലൈഫിനെ തന്നെ അത് നശിപ്പിച്ച് കളയാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ അവസ്ഥ. ഇപ്പോൾ ഇന്നത്തെ ഒരു സമയത്ത് കുട്ടികൾ, ഈവൻ നമ്മൾ അഡൾട്ട്സ് ആണെങ്കിൽ പോലും റീലുകൾ നമ്മൾ കൂടുതലായിട്ട് കണ്ട് ഈവൻ ഒരു 20 മിനിറ്റ്സ് 30 മിനിറ്റ്സ് ഉള്ള ഒരു വീഡിയോ ലെക്ചർ നമുക്ക് കാണാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ 1 അവർ, ഈവൻ സിനിമ മൂവീസ് പോലും ചിലർ കാണുമ്പോൾ 2x ഒക്കെ ഇട്ട് കാണണം. അവർക്ക് ഇരിക്കാൻ സമയമില്ല. ഇത്രയും ഒരു ഫാസ്റ്റർ പേസിലേക്ക് നമ്മൾ മൂവ് ഓൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ നമ്മൾ എന്ത് നേടുന്നു? വാട്ട് വി ആർ ഗോയിങ് ടു അക്വയർ? ഇതാണ് ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് നിങ്ങൾ മുമ്പിൽ വെക്കണം. അപ്പോൾ ഈ ഒരു ഫ്രെയിംവർക്ക് നിങ്ങൾ മനസ്സിലാക്കുക. ദിസ് ഈസ് ദ റിയാലിറ്റി. ഇതിൽ നിങ്ങൾ ട്രാപ്ഡ് ആണെങ്കിൽ നിങ്ങൾ കമന്റ് ഡൗൺ ചെയ്യുക, യെസ് വി ആർ ട്രാപ്ഡ്. ഒട്ടുമിക്ക ആൾക്കാരും എന്താണ് ട്രാപ്ഡ്. അതല്ല, നിങ്ങൾ ഇതിനെ ഔട്ട് പെർഫോം ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഹ്യൂജ് ഹാറ്റ്സ് ഓഫ് ടു യു. നിങ്ങളെല്ലാവരും എന്താണ് ഉഷാറാണ്. ബട്ട് ഈ ഒരു ട്രാപ്പിനെ തൊട്ട് നമ്മൾ മാറി നിൽക്കുക എന്ന് പറയുന്നത് ഇറ്റ് നീഡ്സ് എനർജി, സപ്പോർട്ട് ആൻഡ് ലോട്ട് മോർ അതർ തിങ്സ്. എന്തുകൊണ്ടാണ് അത് ആവശ്യം വരുന്നത്? ബിക്കോസ് ഇറ്റ്സ് ബിൽഡ് ഡിഫറെൻറ്റ്. ഈ സിസ്റ്റംസ് എല്ലാം തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ബേസിലാണ് ഇതെല്ലാം ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഈ സിസ്റ്റം എന്തിനാണ് വർക്ക് ചെയ്യുന്നത് നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. സോ ഹാവ് യു ഹേർഡ് അബൌട്ട് അറ്റൻഷൻ ഇക്കോണമി? അതായത് ദിസ് ഈസ് എ കൺസെപ്റ്റ്. ശരിക്കും എല്ലാ ഡിജിറ്റൽ വേൾഡുകളും സോഷ്യൽ മീഡിയ ഒക്കെ വർക്ക് ചെയ്യുന്ന ഇതിലാണ്. സോ വാട്ട് ഈസ് ദാറ്റ്? നമുക്കറിയാം, എക്കണോമി എന്ന് പറഞ്ഞാൽ എന്താണ്? റിസോഴ്സസിൻ്റെ സപ്ലൈ അതുപോലെ ഡിമാൻഡ്, ഇതിനൊക്കെ പറ്റി പഠിക്കുന്നതാണ് എക്കോണമി എന്ന് പറയുന്നത്. ഫുഡ് അതുപോലെ തന്നെ മറ്റുള്ള നാച്ചുറൽ റിസോഴ്സസ്. ഈവൻ ഇന്നത്തെ കാലഘട്ടത്തിൽ അതിനെക്കാട്ടിലും ബെറ്റർ ആയിട്ടുള്ള ഒരു റിസോഴ്സ് ഉണ്ട്, ദാറ്റ്സ് അവർ അറ്റൻഷൻ. അതും ലിമിറ്റഡ് ആണ്. ഒരാളുടെ ഉണർന്നിരിക്കുന്ന, കോൺഷ്യസ് ആയിരിക്കുന്ന ഒരു ടൈമിൻ്റെ, അയാൾ ബോധവാനായിരിക്കുന്ന ഒരു ടൈമിനെ ഗ്രാസ്പ് ചെയ്യുന്ന ഒരു എക്കണോമി വർക്ക് ചെയ്യുന്നുണ്ട്. അവിടെയാണ് ഈ ഡിജിറ്റൽ വേൾഡ് എന്ത് ചെയ്യുന്നത്, നിലകൊള്ളുന്നത്. അപ്പോൾ ഈ അറ്റൻഷൻ, നമ്മുടെ അറ്റൻഷൻ ഗ്രാബ് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് ഓരോ ആപ്പുകളും, സോഷ്യൽ മീഡിയ ആപ്പുകളും ഡിസൈൻ ചെയ്യപ്പെട്ടിട്ടുള്ളതെന്ന് കാര്യം മനസ്സിലാക്കുക. അതിൻ്റെ യൂസർ ഫേസ് ആവട്ടെ, അതിൻ്റെ കണ്ടന്റിന് ലെങ്ത് ആവട്ടെ, അതിൻ്റെ മറ്റ് ഫീച്ചേഴ്സ് ആവട്ടെ, എല്ലാം തന്നെ മാക്സിമം നമ്മുടെ അറ്റൻഷൻ അവിടെ പിടിച്ചിരുത്താൻ വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്യപ്പെട്ടാണ്. അതിൽ തന്നെ അവർക്ക് വേണ്ടിയിട്ട് ഒരു ആർമി ഉണ്ട്, എൻജിനീയർമാരുടെ ആർമി ഉണ്ട്. അവരെന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ അറ്റൻഷനെ പറ്റി പഠിച്ചും കൊണ്ടും, സൈക്കോളജിസ്റ്റുകളുണ്ട്, അതൊക്കെ പഠിച്ചുകൊണ്ടും എങ്ങനെ, കാരണം അവരുടെ റവന്യൂ എന്ന് പറയുന്നത്, അതിൻ്റെ മോണറ്റൈസേഷൻ പവർ എന്ന് പറയുന്നത് നമ്മുടെ എന്താണ്, അറ്റൻഷനാണ്. അറ്റൻഷൻ കൂടുന്നതിനനുസരിച്ചിട്ട് അവരുടെ മോണിറ്റൈസേഷൻ സ്ട്രാറ്റജീസ് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബെറ്റർ ആക്കാൻ പറ്റും. അപ്പോൾ ഇതുകൊണ്ടാണ് നമുക്ക് ഇതെന്ത് ചെയ്യുന്നത്, ഒരു ഹൈ ടാസ്കായി മാറുന്നത്. ആൻഡ് ദ തിങ് ഈസ്, ഇതൊരിക്കലും നിൽക്കില്ല. നമുക്കറിയാം, റീലുകൾ നമ്മളിങ്ങനെ ചില ആൾക്കാരെ ഉറക്കം സാക്രിഫൈസ് ചെയ്ത് ഇങ്ങനെ റീലുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് ഇൻഫിനിറ്റ് ആണ്, അതൊരിക്കലും നിൽക്കുന്നില്ല. ഒരു റീലിൻ്റെ അവസാനം ഒരിക്കലും കണ്ടെത്താൻ പറ്റും, ഇല്ല. അപ്പം ഈ ഒരു സാധനമാണ് അവരെന്ത് ചെയ്തിട്ടുള്ളത്, നമ്മുടെ അറ്റൻഷൻ പരമാവധി ഇനി അടുത്ത റീലിൽ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മേ ബി 5 റീലിൽ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ അടുത്ത റീലും അത് ഉണ്ടാവിച്ചിട്ട് നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്യും. മേ ബി ഒരു 11th 20th റീലിൽ നമുക്ക് ഒരു റിലേറ്റബിലിറ്റി കിട്ടും. അതിൻ്റെ പൊട്ടൻഷ്യൽ നമ്മൾ വീണ്ടും അടുത്ത 30 റീല് സ്ക്രോൾ ചെയ്യും. അതിൽ വീണ്ടും 35ാമത്തെ റീലിൽ നമുക്ക് റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു പോയിന്റ് കിട്ടും. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ അടുത്ത 50 റീല് സ്ക്രോൾ ചെയ്യും. ഇതിങ്ങനെ അവസാനിക്കാതെ പോയിക്കൊണ്ടിരിക്കും. നമ്മുടെ ടൈം നമ്മളങ്ങനെ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കും. ആൻഡ് അതർ തിങ് ഈസ് റാൻഡം റിവാർഡ്സ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ, ഇപ്പം ഈ പറഞ്ഞ പോലെ നമുക്ക് റിലേറ്റബിൾ ആയിട്ട് അവർ ഒപ്റ്റിമൈസ് ചെയ്യും. നമ്മുടെ ഒരു സജഷൻ അനുസരിച്ചിട്ട്, നമ്മളെ വാച്ച് ടൈമിനനുസരിച്ച് ഒക്കെ ഒപ്റ്റിമൈസ് ചെയ്യുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ബെറ്റർ ആയിട്ട് അറിയുന്നുണ്ടാവും. അത് വെച്ചിട്ട് ഇത്തരത്തിൽ കണക്ട് ചെയ്യപ്പെടുന്ന പോയിന്റുകൾ ഇടയ്ക്കിടയ്ക്ക് തന്നുകൊണ്ട് ചില സമയത്തൊക്കെ ലൈക്സ് അവർ വിത്ത് ഹോൾഡ് ചെയ്യും.
അതായത് നമ്മുടെ ഒരു പോസ്റ്റൊക്കെ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ലൈക്സ് ഒക്കെ ഒന്ന് ഹോൾഡ് ചെയ്ത് കുറച്ച് സമയത്തിന് ശേഷം ബൂസ്റ്റപ്പ് ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള റിവാർഡ് സിസ്റ്റംസിലൂടെ ഒക്കെ നമ്മുടെ അറ്റൻഷൻ അവർക്ക് എന്ത് ചെയ്യണം, ആവശ്യമാണ്. അപ്പം അതിനു വേണ്ടി മത്സരിക്കുന്ന ഒരു വലിയ ഒരു ടീം ഇതിൻ്റെ ഓരോ സ്ക്രീനിൻ്റെയും പിന്നിലുണ്ട് എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യണം, അവെയർ ആയിരിക്കണം. ആൻഡ് ദ അതർ തിങ് ഈസ് ദാറ്റ് എവറിത്തിങ് ഈസ് ടാർഗറ്റ്. നമ്മൾ ഹോൾ ആക്ഷൻസ് അവരെന്ത് ചെയ്യുന്നുണ്ട്, ടാർഗറ്റ് ചെയ്യുന്നുണ്ട്, അവരതിനെ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് ഏറ്റവും പേഴ്സണലൈസ്ഡ് ആയിട്ട് നമ്മുടെ അറ്റൻഷൻ മറ്റൊന്നിലേക്ക് മിസ്സാവാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുന്ന ഓരോ ആപ്പുകളും എന്ത് ചെയ്യുന്നുണ്ട്, അവർ വ്യക്തമാക്കുന്നുണ്ട്. അവരതിനു വേണ്ടി പഠനങ്ങളും റിസർച്ചുകളൊക്കെ നടത്തിക്കൊണ്ടാണ് നമ്മളൊരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമ്മുടെ മുമ്പിലേക്ക് ഒരു ഇൻ്റർഫേസ് ജസ്റ്റ് ഒരു ചെറിയൊരു സ്ക്രീനിലാണ് വരുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഒരു ടാബിലോ ഒരു വീഡിയോ ഒരു സ്ക്രീനിലാണ് ജസ്റ്റ് വരുന്നത് എങ്കിൽ അതിൻ്റെ ബാക്കിൽ എത്രയോ മില്യൺസ് ഡോളേഴ്സിൻ്റെ റിസർച്ചും നമ്മുടെ അറ്റൻഷൻ ഗ്രാസ്പ് ചെയ്യാനുള്ള ഒരുപാട് പേരുടെ വർക്കാണ് ഒരു ഇൻ്റർഫേസിൽ വരുന്നത്. സോ ഇതെല്ലാം പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, ഇങ്ങനെ ഒന്നിനെയാണ് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് എന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, അവെയർ ആയിരിക്കണം. ഈ അവെയർനെസ് ആണ് നിങ്ങളുടെ ചേഞ്ചിലേക്കുള്ള ഫസ്റ്റ് സ്റ്റെപ്പ്, ദ ഇനീഷ്യൽ ആൻഡ് ദ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ്. ഓക്കെ, ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ വരാം. എന്താ വെച്ചെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ട്, ആയിക്കോട്ടെ, അതിനിപ്പോൾ എന്താ, നമുക്കിത് എന്തിനാ പ്രശ്നം, എന്താ, നമ്മൾ ഇൻസ്റ്റയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, കുറേ ഇതൊക്കെ ഫണ്ണാവല്ലേ, നമുക്ക് എന്താ പ്രശ്നമുള്ളത് എന്നുള്ളതാണ്. ഇതിലൊരു ഒരു ഇഷ്യൂ ഉള്ളതായിട്ട് നമ്മൾ കാണുന്നില്ലല്ലോ. ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ നമ്മൾ മാറ്റേണ്ട ആവശ്യം, ഓക്കെ ഞാൻ 8 hours റീല് കണ്ടു, എനിക്കൊരു കുഴപ്പമില്ല, പിന്നെ എന്തിനാ ഞാനത് മാറ്റുന്നത് എന്നൊക്കെ പലരും പറയാം. അപ്പം നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കൂ. ഓക്കെ, പ്രശ്നമില്ല എന്ന് പറയുന്ന നമ്മൾ ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ? നോമോഫോബിയ നിങ്ങൾ ആർക്കൊക്കെ ഉണ്ടെന്ന് ഉള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എന്താ നോമോഫോബിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫോണ് ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഫോൺ എന്ത് ചെയ്യുക, എവിടെയെങ്കിലും ഒന്ന് മാറ്റി വെച്ച് ഒന്ന് പുറത്ത് പോയോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഫോണിലേക്ക് നമ്മൾ വീണ്ടും ഒരു ആങ്ഷ്യസ് കോമ്പണൻറ്റോട് കൂടി മടങ്ങി വരുന്നുണ്ടെങ്കിൽ, അയ്യോ ഫോൺ എവിടെ, അത് ഫോൺ എടുക്കായിരുന്നു, പിന്നെ ഇടയ്ക്ക് ഫോൺ തൊട്ട് വെക്കാനൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദാറ്റ്. അതുപോലെ തന്നെ നമ്മൾ ഫോൺ എവിടെയെങ്കിലും വെച്ച് മറന്നു പോയി കഴിഞ്ഞാൽ ഭയങ്കര ആങ്ഷ്യസ് ആവുക, പാനിക് ആവുക, ഫോൺ കിട്ടാത്തതുകൊണ്ട് ഭയങ്കര പ്രയാസം കാണിക്കുക. ഇത് നമ്മളിൽ പലരിലും കാണുന്ന ഒരു അവസ്ഥയാണ് ഈ നോമോഫോബിയ എന്ന് പറയുന്നത്. ഓക്കെ, ദ ഫിയർ ഓഫ് നോട്ട് ഹാവിങ് എ ഫോൺ. 2021 നടന്നൊരു സ്റ്റഡിയിൽ നമ്മളൊരു വെറുതെ ഇതൊരു സൈക്കോളജിക്കൽ സിംറ്റം എന്ന് മാത്രമല്ല, അതിനൊരു ഫിസിയോളജിക്കൽ റെസ്പോൺസ് വരെ അളന്ന ഒരു സ്റ്റഡിയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഏതുവരെ വെച്ചെങ്കിൽ നമ്മൾ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് എന്ന് പറയുന്ന 2 സിസ്റ്റംസ് നമുക്കുണ്ട്. അതായത് നമുക്കൊരു സർവൈവൽ മോഡുണ്ട്. അപ്പോൾ ആ സർവൈവൽ മോഡിൽ നമ്മളുടെ ബോഡിയിൽ ഉണ്ടാവുന്ന പല ഫിസിയോളജിക്കൽ റെസ്പോൺസുകളും അതിൻ്റെ ചെറിയ രീതിയിൽ ഈവൻ ഫോണുകൾ നമ്മുടെ അടുത്തില്ലെങ്കിൽ പലരിലും ഉണ്ടാവുന്നുണ്ട്. സോ അത്രത്തോളം നമ്മൾ എന്ത് ചെയ്യുന്നു, ഫോണുമായി കണക്ട് ചെയ്യപ്പെടുന്ന ഒരവസ്ഥ പലരിലും കാണുന്നുണ്ട്. അതുപോലെ തന്നെ പല ടൈപ്പ് ഓഫ് ആങ്സൈറ്റി, അതുപോലെ റിങ്സൈറ്റി, അതായത് നമ്മൾ റിങ് ചെയ്തില്ലെങ്കിൽ ഫോൺ റിങ് ചെയ്ത പോലെ തോന്നുക, അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ വന്ന പോലെ തോന്നുക, എന്തോ ഒരു മെസ്സേജ് ഇമ്പോർട്ടൻറ്റ് മെസ്സേജ് വന്ന പോലെ തോന്നുക. അതുപോലെ ടെക്സ്റ്റ് ആയിട്ട്, അതായത് ഒരു ടെക്സ്റ്റ് വന്നാൽ അതിന് പെട്ടെന്ന് തന്നെ മെസ്സേജ് കൊടുത്തില്ലെങ്കിൽ ഞാൻ എന്തോ മിസ് ചെയ്യുന്നുണ്ട്, അപ്പം തന്നെ മെസ്സേജ് കൊടുക്കണം എന്നുള്ള ഒരു ആങ്സൈറ്റി ബിൽഡ് ചെയ്യുക. ചിലർ വാലിഡേഷൻ തന്നെ അതിൽ കൊണ്ടുപോയി വെക്കും. ഓക്കെ, ഞാനൊരു പോസ്റ്റ് ഇട്ടു, അതിന് വന്ന ലൈക്കിലും കമൻറ്റിലുമാണ് എൻ്റെ വാലിഡേഷൻ ഉള്ളത്. അതിലൊരു നെഗറ്റീവ് കമൻറ്റ് വന്നാൽ അത് നമ്മളെ സൈക്കോളജിക്കലി വല്ലാണ്ട് ബാധിക്കുക. നമ്മളറിയാത്ത ഏതോ ഒരാളിട്ട കമൻറ്റിന് നമ്മൾ വല്ലാണ്ട് പ്രയാസപ്പെടുക. ഇങ്ങനെ നമ്മളുടെ വാലിഡേഷൻ സിസ്റ്റത്തിനെ, നമ്മളുടെ ബിഹേവിയറുകളെ ഒക്കെ കൺട്രോൾ ചെയ്യുന്ന ഒരവസ്ഥയായി ഈ ഒരു സോഷ്യൽ മീഡിയ ഇൻട്രാക്ഷൻ മാറുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ നമ്മളതിനെ റെഗുലേറ്റ് ചെയ്യൽ ഇവിടെ എന്താണ്, വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, ആൻഡ് ഇറ്റ് ഈസ് നെസസറി. ഓക്കെ, കൂടാതെ തന്നെ നമ്മുടെ പല ന്യൂറോ കെമിക്കൽസും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെ ഡോപ്പമിൻ സ്പൈക്ക് ലെവൽസ് എന്ന് പറയുന്നത്, അതുപോലെ ഡോപ്പമിൻ ബേസ് ലെവൽസ്, ഇങ്ങനെയുള്ള നമ്മുടെ ന്യൂറോളജിക്കലായിട്ടുള്ള പല ഫങ്ഷൻസിനെയും ആൾട്ടർ ചെയ്യുന്ന അവസ്ഥയിലേക്ക് വരെ പലരുടെയും ഫോണുകളുടെ ഉപയോഗം മാറുന്നുണ്ട്. അപ്പോൾ ആക്ച്വലി നമ്മൾ ജസ്റ്റ് ഒരു ചെറിയ എത്രയാണ്, ഒരു 10-15 സെൻറ്റിമീറ്റർ വലിപ്പമുള്ള ഒരു സ്ക്രീന്, ഒരു ചെറിയ ഫോൺ കൊണ്ട് നമ്മുടെ എൻ്റയർ സിസ്റ്റം, നമ്മുടെ ബ്രെയിൻ ഉൾപ്പെടുന്ന സിസ്റ്റത്തെ വരെ നമ്മൾ എന്ത് ചെയ്യാണ്, മോശം അവസ്ഥയിലേക്ക്, നമ്മൾ പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ട് വലിയ വലിയ കാര്യങ്ങൾ അതിലേക്ക് നമ്മൾ എത്തിക്കേണ്ട നമ്മൾ ഇത്തരം റിസോഴ്സുകൾ നമ്മൾ എന്ത് ചെയ്യാണ്, മറ്റൊരു ഏരിയയിലേക്ക് യൂസ് ചെയ്യണം. മറ്റേ KGF സിനിമയിലൊക്കെ പറയുന്നത് പോലെ അവർ സ്വർണത്തിൻ്റെ ഭരണി അവർ ചില്ലറക്കാശിടാൻ ഇട്ട് വെച്ചിരിക്കുക എന്ന് പറയണ്ടല്ലേ, എന്ന് പറയുന്നത് പോലെയാണ് പലപ്പോഴും നമ്മളുടെ ബ്രെയിനിനെ യൂസ് ചെയ്യുന്നത് ഈ ഫോണ്, സോഷ്യൽ മീഡിയയോടുള്ള ഈ ഒരു വല്ലാത്തതുമായ ഉപയോഗം കാരണമായിട്ട്. അപ്പോൾ ഇതൊരു അഡിക്ഷൻ ആണ് എന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവും? ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളിൽ ഉണ്ടോ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. അതായത് ഫോൺ ഇടയ്ക്കിടയ്ക്ക് എടുക്കാനുള്ള തോന്നൽ, അതായത് വെറുതെ നമ്മൾ ഇരിക്കുകയാണ്, ഈവൻ നമ്മളതൊരു കണക്ക് വെക്കണം, ഒരു മിനിറ്റിൽ എത്ര തവണ നിങ്ങൾക്ക് ഫോൺ ജസ്റ്റ് ചെക്ക് ചെയ്യണം എന്നുള്ളൊരു അർജി വരുന്നുണ്ട്. ഫസ്റ്റ് പോയിന്റ്,
രണ്ടാമത് നിങ്ങൾ ഉറക്കം ഒഴിവാക്കി കൊണ്ട് ഫോൺ യൂസ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്ന ആളാണ്. അതായത് ജസ്റ്റ് കിടക്കുകയാണ്, അപ്പോൾ ജസ്റ്റ് 2 റീല് കണ്ട് കിടന്നേക്കാന്ന് പറഞ്ഞിട്ട് 10:30 നമ്മൾ കിടന്നു. ബട്ട് സ്ക്രോൾ ചെയ്ത് 1 മണിയായി, 1:30, 2, 2:30 ഇങ്ങനെ നിങ്ങളെ സ്ലീപ്പിനെ സാക്രിഫൈസ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഈ ഫോൺ യൂസ് ചെയ്യുന്നുണ്ടോ? നിങ്ങൾക്ക് പഠിക്കാനിരിക്കുമ്പോൾ തീരെ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നില്ല, ഒരു ഹാപ്പി ആവുന്നില്ല, നിങ്ങൾ പഠിക്കാൻ തോന്നുന്നേ ഇല്ല. പക്ഷേ നിങ്ങൾ ആ സമയം നിങ്ങൾക്ക് പെട്ടെന്ന് കണ്ട് അടച്ചു വെച്ച് ഒരു ഫോൺ എടുത്ത് മൂലക്ക് പോയി ഇരിക്കാനാണ് നിങ്ങൾക്ക് ഒരു അർജ് വരുന്നത്. അർജിനെ കൺട്രോൾ ചെയ്യാനും നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നൊരവസ്ഥയും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഈ ഒരു അഡിക്ഷൻ്റെ പല കോമ്പണൻസും നിങ്ങളിൽ ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യുക, സ്വയം റിഫ്ലക്ട് ചെയ്യുക. അത് നമ്മളുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാൻ നമ്മൾ ശ്രമിക്കണം. അപ്പം എങ്ങനെ അത് മാറ്റിയെടുക്കും? ദാറ്റ്സ് അതർ പാർട്ട് ഓഫ് മൈ ഡിസ്കഷൻ. വാട്ട് യു ക്യാൻ ആക്ച്വലി ഡു, ഒരു 7 സ്റ്റെപ്സ് നമുക്ക് പറഞ്ഞുതരാം. എന്തായാലും ഈ ഒരു ഡിജിറ്റൽ വേൾഡിൽ നിന്ന് കംപ്ലീറ്റ്ലി മാറി നിൽക്കുക എന്ന് പറയുന്നത് പോസിബിളും അല്ല, മാത്രമല്ല അതൊരു ബുദ്ധിയുള്ള കാര്യമല്ല. നമ്മൾ അതിനെ മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഒരുപാട് ഇപ്പം നമ്മളൊക്കെ പഠനങ്ങളും കാര്യങ്ങളൊക്കെ ഈ ഒരു ഡിജിറ്റൽ ഇൻ്റർഫേസിലൂടെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഇൻട്രാക്ഷൻ പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ എന്തായാലും പറ്റില്ല. അപ്പം എങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ മാനേജ് ചെയ്യാൻ പറ്റും നോക്കുക. ഒന്ന്, ഇത്തരം ഡിജിറ്റൽ ആയിട്ടുള്ള ടൂളുകൾ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മളെ സഹായിക്കാൻ പറ്റുന്ന ഡിജിറ്റൽ ആയിട്ടുള്ള ടൂൾസും ഉണ്ട്. അതാണ് ഫസ്റ്റ് വൺ. അതായത് ആപ്പ് ബ്ലോക്കിംഗ് ആപ്പ്. അതായത് സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഒരു ഫോക്കസ് ചെയ്യേണ്ട സമയം നോക്കുമ്പോൾ ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യണ്ട, ഇന്ന ആപ്പുകൾ തുറക്കണ്ട എന്നുണ്ടെങ്കിൽ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇന്ന ആപ്പുകൾ ബ്ലോക്ക് ചെയ്യുക. ഓക്കെ, ഇതൊക്കെ ഹെൽപ്ഫുൾ ആവുന്ന കോമ്പണൻസ് ആണ്. ഓൾറെഡി ഇതൊക്കെ അറിയുന്ന ആൾക്കാർ വീണ്ടും എന്ത് ചെയ്യും, ബ്ലോക്ക് ചെയ്യുന്ന ആപ്പിനെ അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് വീണ്ടും ഫോൺ എടുത്ത് നോക്കും. ബട്ട് ഈവൻ ദോ അത് ചിലർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ആപ്പ് ബ്ലോക്ക് ചെയ്യുന്ന ഈ ഒരു സിസ്റ്റം ഹെൽപ്ഫുൾ ആവാം എന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫോക്കസ് മോഡുകൾ, ഇപ്പോൾ ഫോറസ്റ്റ് പോലത്തെ ആപ്പുകളൊക്കെ പിന്നെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഒരു സമയം നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മറ്റൊന്നും എടുക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ പറ്റും. അതുപോലെ തന്നെ ഗ്രേ സ്കെയിൽ ഡിസ്പ്ലേ. നിങ്ങളുടെ ഡിസ്പ്ലേ ഭയങ്കര കളർഫുൾ ആണല്ലോ. അപ്പം നിങ്ങൾ ഫോണൊക്കെ കൂടെ കൊണ്ടു നടക്കുന്ന സമയങ്ങളിലൊക്കെ നിങ്ങളൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ മോഡിലേക്ക് അത് മാറ്റുക. അപ്പോൾ നമുക്കതിൽ കുറേ ടൈം സ്പെൻഡ് ചെയ്യാൻ തോന്നില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നിങ്ങളുടെ ടൈമിനെ നന്നായി റെഡ്യൂസ് ചെയ്യും. ബട്ട് ഇത് ഭയങ്കര ബോറിംഗ് ആയിരിക്കും ഫസ്റ്റ് ഇനീഷ്യലി, കാരണം നമ്മളിത് കണ്ട് ശീലിച്ചതാണല്ലോ. പക്ഷെ നിങ്ങൾ കുറച്ച് എഫേർട്ട് എടുത്തിട്ട് ഈ ഒരു ഗ്രേ സ്കെയിൽ ഡിസ്പ്ലേനോട് നിങ്ങൾ എന്ത് ചെയ്യുക, വളരെയധികം ഫെമിലിയർ ആയി കഴിഞ്ഞാൽ അത് നിങ്ങൾ നന്നായി ഹെൽപ്പ് ചെയ്യും. ഈവൻ ഈ ഒരു ട്രിക്ക് ഫോളോ ചെയ്തിട്ട് അല്ലെങ്കിൽ ഈ ഒരു കോമ്പണൻറ്റ് ഫോളോ ചെയ്തിട്ട് 6 hours 7 hours ഒക്കെ സ്ക്രീൻ ടൈമുള്ള ആൾക്കാർ 2 hour ഒക്കെ ആക്കി കുറച്ചിട്ടുണ്ട്. ഈവൺ ആ 2 hour പോലും അവരുടെ സെൽഫ് ഇംപ്രൂവ്മെൻറ്റ്, കോൾസ് എടുക്കാൻ, വാട്സപ്പ് അങ്ങനെയുള്ള ബേസിക് കാര്യങ്ങൾക്ക് മാത്രം അവർ യൂസ് ചെയ്യുക, അങ്ങനത്തെ അവസ്ഥയ്ക്ക് എത്തിയിട്ടുണ്ടാവും. സോ അതൊരു സൂപ്പർ ടൂളാണ്. അടുത്തത് ഫോൺ ഔട്ട് ഓഫ് ദി ബെഡ്റൂം. എൻവിറോൺമെൻറ്റ് സെറ്റ് ചെയ്യാം. ഔട്ട് ഓഫ് ദി ബെഡ്റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കിടക്കുന്ന സ്ഥലം, പഠിക്കുന്ന സ്ഥലം, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഈസിലി ആക്സസിബിൾ ആവുന്ന അവസ്ഥയിലുള്ള പിന്നെ അതുപോലെ സോഷ്യൽ മീഡിയ എൻവിറോൺമെൻറ്റ് ഉണ്ടാവാതിരിക്കുക. പിന്നെ അതുപോലെ നമ്മളൊരു ടി വിയിലൊക്കെയാണ് അല്ലെങ്കിൽ ഒരു ഡെസ്ക്ടോപ്പിലൊക്കെയാണ് നിങ്ങൾ പഠിക്കാനിരിക്കുന്നതെന്ന് വെച്ചാൽ കുറച്ചുകൂടി ബെറ്ററായി. ഫോണിലാണ് നിങ്ങൾ പഠിക്കാനിരിക്കുന്നതെങ്കിൽ പഠിക്കാൻ വേണ്ടി മാത്രം ആ ഫോൺ നിങ്ങൾ എന്ത് ചെയ്യുക, കണക്കാക്കുക. അതിൽ നിന്ന് എന്ത് ചെയ്യുക, ഇത്തരത്തിലുള്ള ആപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ അത് അൺഇൻസ്റ്റാൾ ചെയ്യുക. പിന്നെ അതുപോലെ അങ്ങനത്തെ ആപ്പുകളുള്ള ഫോണിന് എന്ത് ചെയ്യുക, ഒരു ഫിംഗർ പ്രിൻറ്റും അതുപോലെ ഫേസ് റെക്കഗ്നീഷനൊക്കെ മാറ്റി അതിനൊരു ലോങ് പാസ്വേഡ് ലോക്ക് ഇട്ടിട്ട് അതെന്ത് ചെയ്യുക, പാരൻസിൻ്റെ കയ്യിലൊക്കെ കൊണ്ടുപോയി കൊടുക്കുക. നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങളുടെ എൻവിറോൺമെൻറ്റ് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഈസാവുന്ന രീതിയിൽ എന്ത് ചെയ്യുക, ഒരുക്കി വെക്കുക എന്നുള്ളതാണ് ഈ ഒരു 4th പോയിന്റ്. അതാണ് ഫോൺ ഔട്ട് ഓഫ് ദ ബെഡ്റൂം എന്നുള്ളത്. പിന്നെ മാത്രമല്ല, ഉറങ്ങാൻ പോകുമ്പോൾ ഒബ്വിയസ്ലി നിങ്ങൾ റീച്ച് ഔട്ടിന് പുറത്ത് നിങ്ങൾ ഫോണൊന്ന് മാറ്റി വെച്ച് പോയി കിടക്കാൻ പരിശ്രമിക്കുക. ഇങ്ങനെ ചെറിയ ബിഹേവിയേഴ്സ് നമ്മൾ കൊണ്ടുവന്നാലാണ് ഇതിനെ മെല്ലെ മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഇത് പിന്നെ എല്ലാവരും ചെയ്യുന്നതായിരിക്കും. അൺഇൻസ്റ്റാൾ ചെയ്യുന്നു, ഇൻസ്റ്റാൾ ചെയ്യുന്നു. ഈവൻ ദോ അങ്ങനെയാണെങ്കിലും നിങ്ങൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു ആപ്പ് കുറച്ച് സമയത്തേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അൺഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം. നിങ്ങളൊരു അർജിൻ്റെ ആ ഒരു ലെവലിനെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്യും. പിന്നെ റീപ്ലേസ്മെൻ്റ് ആണ്. നിങ്ങൾ ഒരു ആപ്പ് അവോയ്ഡ് ചെയ്തു, ബട്ട് ആ ആപ്പിൽ നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന ടൈം പിന്നെ നിങ്ങൾ എന്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു നിങ്ങൾ ഫിഗർ ഔട്ട് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ വീണ്ടും ആ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. ശരിക്കും ഈ ആപ്പ് ഇൻസ്റ്റാൾമെൻറ്റ് വീണ്ടും നടക്കാൻ അൺഇൻസ്റ്റാൾ ചെയ്ത ആൾക്കാർ തന്നെ പിന്നെ ഇൻസ്റ്റാൾ ചെയ്യാൻ കാരണം ഈ എലമെൻറ്റ് പ്രോപ്പർ അല്ലാത്തതുകൊണ്ടാണ്. നിങ്ങൾ അപ്പോൾ എത്രയോ ടൈം നിങ്ങൾ സ്പെൻഡ് ചെയ്തിരുന്ന ആപ്പിലാണ്, അത് പെട്ടെന്ന് അൺഇൻസ്റ്റാളായി. ഒബ്വിയസ്ലി അതിൻ്റെ സമയം വരുമ്പോൾ അത് വേണമെന്ന് നിങ്ങൾ ബ്രെയിൻ പറയും, അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരും. അപ്പോൾ ആ സമയം നിങ്ങൾ വേറെ എന്തെങ്കിലും എൻഗേജ്മെൻറ്റ് ചെയ്യാനുള്ള റീപ്ലേസ്മെൻറ്റ് കണ്ടെത്തിയിട്ട് അത് അൺഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടും
കാര്യമുള്ളൂ. അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ ആ സമയം റീഡിങ്, വാക്കിംഗ്, കുക്കിംഗ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു എലമെന്റ്, ഇനി ഇപ്പം എന്തെങ്കിലും ക്രാഫ്റ്റ് വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അത്, അങ്ങനെ എന്തെങ്കിലും ഒരു എലമെന്റ് നിങ്ങൾ എന്ത് ചെയ്യണം, അവിടെ റീപ്ലേസ് ചെയ്യണം. അതുപോലെ തന്നെ ദി ഫോൺ ഫാസ്റ്റ്, അതെന്ന് പറയുന്നത് വെച്ചെങ്കിൽ പെട്ടെന്ന് നിങ്ങൾ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുക, യെസ് നെക്സ്റ്റ് 24 hours ഞാൻ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യില്ല. അങ്ങനെ സഡൻ ആയിട്ടുള്ള എന്ത് ചെയ്യാൽ കുറച്ച് 3 hours മേ ബി 6 hours ഇങ്ങനെ സഡനായി ആക്ഷനബിൾ ആയിട്ടുള്ള പ്ലാനുകൾ നിങ്ങൾ എന്ത് ചെയ്യുക കൊണ്ടുവന്ന് ആ ഒരു സമയം നിങ്ങൾ എന്ത് ചെയ്യുക സോഷ്യൽ മീഡിയ കംപ്ലീറ്റ്ലി ഡീടോക്സിഫൈഡ് ആവുക. അപ്പോൾ എന്താ ഉണ്ടാവുക വെച്ചെങ്കിൽ ആ ഒരു ചെറിയ ടൈം നിങ്ങൾക്ക് ആ ഒരു കൺട്രോൾ കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ ഒരു സമയത്തുള്ള നിങ്ങളൊരു പാറ്റേൺ ബെറ്റർ ആയി കഴിഞ്ഞാൽ പിന്നീട് അത് കൂടുതൽ സമയങ്ങളിലേക്ക് വ്യാപിപ്പിക്കാൻ നിങ്ങൾക്ക് എന്തായിരിക്കും, എളുപ്പമായിരിക്കും. ഡെയിലി നല്ല ഫോൺ ഉപയോഗിക്കുന്ന, സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന, അതിൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന ഒരാൾ പെട്ടെന്ന് കംപ്ലീറ്റ്ലി നിർത്താൻ പറഞ്ഞാൽ പോസിബിൾ അല്ലല്ലോ. അപ്പോൾ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന സ്മോളർ ടാസ്കുകൾ കൊണ്ടുവന്ന് ആ ടൈം ഡ്യൂറേഷനിലേക്ക് പെട്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ഫോണ് ഓഫാക്കി വെക്കുക. അപ്പോൾ അതൊരു ഫാസ്റ്റർ ആയിട്ടുള്ള ഡിസിഷൻ ആയിരിക്കണം. മുന്നേ പ്രിപ്പയർ ചെയ്തിട്ടൊന്നും അല്ലാണ്ട് തന്നെ ഫാസ്റ്ററായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നിങ്ങൾ എങ്ങനെയൊക്കെയാണ് കോപ്പി ചെയ്യാൻ ശ്രമിക്കുന്നതെന്നും നിങ്ങൾക്ക് മെല്ലെ സ്വയം റിഫ്ലക്റ്റ് ചെയ്യാൻ അത് സഹായിക്കും. ഓക്കെ, അപ്പോൾ ഈ 7 സ്റ്റെപ്പുകൾ എന്ത് ചെയ്യണം, നിങ്ങൾ ആലോചിക്കണം. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പുകൾ നിങ്ങൾ എടുക്കുന്നതിന് മുന്നേ ആദ്യം നിങ്ങൾ തീരുമാനിക്കണം നിങ്ങളൊരു ലെവൽ എന്താണ്, നിങ്ങൾ എത്രത്തോളം ഫോണിൽ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്, ആൻഡ് ഹൗ മച്ച് യു ആർ ഇൻവെസ്റ്റഡ് ഇൻ ദാറ്റ്. നിങ്ങളൊരു ചിലർക്ക് ഇതൊക്കെ അവരുടെ പേഴ്സണാലിറ്റി ട്രാക്റ്റുകൾ പോലും അവരുടെ സോഷ്യൽ മീഡിയ യൂസേജുമായിട്ട് ഹൈലി ലിങ്ക്ഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത് നിങ്ങളെന്ത് ചെയ്യണം, ഒന്ന് മനസ്സിലാക്കണം. അതിൽ നിങ്ങൾക്ക് സ്വയം കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു ലെവലിലാണ് അതുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും നിങ്ങളെ പിന്നെ അതുപോലെ പാരൻസിനോടും അതല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള സൈക്കോളജിസ്റ്റിനോടും നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളെ ഹെൽപ്പ് ചോദിക്കണം. നിങ്ങൾക്ക് സ്വയം അത് ടാക്കിൾ ഔട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഓക്കെ, അത് നിങ്ങൾ ആദ്യം അസസ് ചെയ്യണം. അത് അസസ് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളെ വീക്ക് സ്പോട്ടുകൾ എന്താണ്, നിങ്ങൾ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് എങ്ങനെയുള്ള പ്രോബ്ലംസിലാണ്. അപ്പോൾ അതിന് ഏറ്റവും ടാക്കിൾ ചെയ്യാൻ സൂട്ടബിൾ ആവുന്ന സ്റ്റെപ്പുകൾ ഇതിലേതാണ്. ചിലപ്പോൾ ഡിലീറ്റ് ചെയ്യലാവാം, ചിലപ്പോൾ ചിലവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, നേരത്തെ പറഞ്ഞ പോലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കിയാൽ തന്നെ കുറേയൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നവരുണ്ടാവും. അപ്പോൾ അതെന്താ നിങ്ങൾ എന്ത് ചെയ്യണം, ഫിഗർ ഔട്ട് ചെയ്യണം. പിന്നെ ഇതിൽ കൂടുതൽ ആൾക്കാരും ഡിജിറ്റലി ക്ലാസ്സുകൾ കേൾക്കുന്ന ആൾക്കാരാണ്. ഇപ്പോൾ എക്സ്എൻവൈയുടെ ഫൗണ്ടേഷൻ കോഴ്സൊക്കെ കേൾക്കുന്നവരാണ്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചെങ്കിൽ, നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ അത് എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻ ആവുമല്ലോ, എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻസ് ഉണ്ടാവുമല്ലോ നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നതിൽ, ക്ലാസ് കേൾക്കുക അല്ലെങ്കിൽ ഇന്ന കാര്യം ഗെയിം കളിക്കുക, അങ്ങനെയൊക്കെ ഓരോ ഫംഗ്ഷൻ. അപ്പോൾ നിങ്ങളത് നോട്ട് ഡൗൺ ചെയ്യുക. നിങ്ങൾ ഓരോ ദിവസവും ഇതിനൊക്കെ എത്ര സമയം നിങ്ങൾക്ക് റിക്വയർഡ് ആണ്, ആ റിക്വയർഡ് ആവുന്നതിൽ നിന്നും എത്ര എക്സ്ട്രാ നിങ്ങൾ ചിലവഴിക്കുന്നുണ്ട്, അൺവാണ്ടഡ് ആയിട്ട് ചിലവഴിക്കുന്നുണ്ട്. ഇങ്ങനെ നിങ്ങളൊരു പ്രയോറിറ്റി ലിസ്റ്റ് ഉണ്ടാക്കുക. എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് സഹായിക്കുന്ന പഠനം പോലത്തെ കാര്യങ്ങൾക്കുള്ള പ്രയോറിറ്റി ഫസ്റ്റ് വെക്കുക. ആ ഫസ്റ്റ് പ്രയോറിറ്റിക്ക് എത്ര സമയം വേണം, പിന്നെ നിങ്ങളുടെ ലേഷർ ടൈംസ് കുറഞ്ഞ നിലക്ക് സ്പെൻഡ് ചെയ്യാൻ, എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോ കാണാനോ അല്ലെങ്കിൽ ഒരു ഫൺ ആക്ടിവിറ്റി ഒക്കെ ചെയ്യാൻ ഒരു ടൈം ഷെഡ്യൂൾ വെക്കുക. ആ ടൈം ഷെഡ്യൂൾ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഫോൺ യൂസ് ചെയ്യുക. നിങ്ങളത് സ്വയം തീരുമാനം എടുക്കുന്നതിനൊപ്പം തന്നെ നിങ്ങളെ പാരൻസിൻ്റെ സപ്പോർട്ടും കൂടി പറയുകയാണെങ്കിൽ അവരും കൂടി നിങ്ങൾ ഹെൽപ്പ് ചെയ്യണമെങ്കിൽ ഒന്നും കൂടി ഈസിയർ ആയിരിക്കും. ഇങ്ങനെ നിങ്ങളുടെ ടാസ്കുകൾ പ്രയോറിറ്റി വെച്ചുകൊണ്ട് വേണം നിങ്ങൾ ഈ ഒരു സ്റ്റെപ്പുകൾ അപ്ലൈ ചെയ്യാൻ. എങ്കിലാണ് അതൊരു കംപ്ലീറ്റ് എഫിഷ്യൻസിക്ക് എത്തുള്ളൂ. പിന്നെ പാരൻസ് ഇത് കാണുന്നുണ്ടെങ്കിൽ അവരോട് പറയാനുള്ളത്, നിങ്ങളും നിങ്ങളുടെ ഫോൺ യൂസേജ് എന്ത് ചെയ്യണം, മാക്സിമം കൺട്രോൾ ചെയ്യണം. കാരണം കുട്ടികൾ പൊതുവെ അടിസ്ഥാനപരമായിട്ട് ആരാണ്, ഇമിറ്റേറ്റേഴ്സ് ആണ്. അവർ നിങ്ങളെ കണ്ടുകൊണ്ട് ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ടാണ് പലതും ലേൺ ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങളും നിങ്ങളുടെ ഫോൺ യൂസേജ് ശരിയായ നിലക്കുള്ള ഒരു ട്രജക്ടറിയിലല്ല നിങ്ങൾ കൊണ്ടുപോകുന്നത് വെച്ചെങ്കിലും കുട്ടികൾക്ക് അത് തന്നെ ഏറ്റവും വലിയ ഒരു ലേണിംഗ് ക്യൂ ആണ് അവരുടെ ഈ ഒരു ഫോണുമായിട്ടുള്ള ബിഹേവിയർ മെയിൻറ്റെയിൻ ചെയ്യാൻ. അപ്പം ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, കൺസിഡർ ചെയ്യുക. എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്, ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ള നിങ്ങളുടെ അഡിക്ഷന് വേണ്ടിയിട്ടാണ്, അതായത് നിങ്ങളുടെ അറ്റൻഷൻ ഗ്രാസ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓഫ് കോഴ്സ് അതുമായിട്ടുള്ള ഇഷ്യൂസ് നിങ്ങൾക്ക് ഉണ്ടാകും. പിന്നെ അതുപോലെ തന്നെ ഇത് ശരിയായ ഹാം നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. നോമോഫോബിയ, ആങ്സൈറ്റി, നമ്മുടെ പിന്നെ ഡോപ്പമിൻ്റെ ബേസ് ലെവൽ ക്രഷ് ചെയ്യുക, പെട്ടെന്നുള്ള ഹൈ സ്പൈക്ക് കൊണ്ടുവരിക, ഫേക്ക് സ്പൈക്കുകൾ കൊണ്ടുവരിക, ഇങ്ങനെയൊക്കെ നമ്മളെ പറ്റിക്കുന്ന പണികൾ ഇവരെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതൊരു ജനറേഷണൽ ക്രൈസിസ് എന്ന് പറയാൻ കാരണം എന്താ വെച്ചെങ്കിൽ, ഒരുപാട് പഠനങ്ങളിൽ പ്രത്യേകമായിക്കൊണ്ട് അഡോളിസൻസ് അതുപോലെ തന്നെ പെൺകുട്ടികളിൽ കൂടുതലായിട്ട് അവരുടെ ഒരു ഐഡൻറ്റിറ്റിയുടെ അസോസിയേഷൻ, അതുപോലെ തന്നെ ബോഡി ഇമേജുമായി ബന്ധപ്പെട്ടുള്ള അവരുടെ ബിലീഫ്, സെൽഫ് കൺസൈൻസ്, അതുപോലെ തന്നെ സെൽഫ് എസ്റ്റീം, ഇതൊക്കെ സോഷ്യൽ മീഡിയ ബേസ് ചെയ്തിട്ടാണ് അവർ ഡെവലപ്പ് ചെയ്ത് വരുന്നത് എന്നുള്ള പഠനങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു ജനറേഷൻ ഒരുപാട് ഇത്തരത്തിലുള്ള ഡിജിറ്റലായിട്ടുള്ള ഈ ഒരു വേൾഡിൻ്റെ അഡ്വേഴ്സ് ആയിട്ടുള്ള എഫക്റ്റ്, നെഗറ്റീവായിട്ടുള്ള എഫക്റ്റുകൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയും ഒരുപാട് എഫക്റ്റുകൾ ഭാവിയിൽ വരാനിരിക്കുന്നു. സോ വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് അവർ ജനറേഷൻ. നമ്മുടെ ജനറേഷൻ ഈ ഒരു ഡിജിറ്റൽ വേൾഡിലേക്ക് ജനിച്ച് വീണ ജനറേഷൻസ് ആണ്. സോ നമ്മളത് അക്നോളജ് ചെയ്യുക എന്നുള്ളതാണ്. അടുത്തത് ദ ഫ്രിക്ഷൻ ഈസ് യുവർ ഫ്രണ്ട്. അതായത് ചെറിയ ചെറിയ സ്മോൾ ആയിട്ടുള്ള ബാരിയേഴ്സ്
അതുപോലെ ഇത്തരത്തിലുള്ള കോമ്പണൻസ് നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇനി യൂസ് ചെയ്യാതിരിക്കുന്ന ഒരു ടൈം പീരീഡ് വെക്കുക, നോ ഫോൺ ടൈം വെക്കുക വീട്ടിൽ. അതുപോലെ കുറച്ച് സെറ്റ് ഓഫ് റൂൾസ് നിങ്ങൾ വീട്ടിൽ കൊണ്ടുവരിക എന്നുള്ളത് നമ്മുടെ ഫ്രണ്ടാണ്. അതൊരിക്കലും നമ്മളെ ലൈഫിനെ എൻജോയ് ചെയ്യുന്നതിനെ തൊട്ട് പ്രയാസപ്പെടുത്തുന്ന ഒന്നല്ല, റിയൽ ആയിട്ടുള്ള എൻജോയ്മെന്റിലേക്ക് നമ്മൾ എത്തിക്കുന്നതാണ്. അതെന്താന്ന് നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ, സോ റീപ്ലേസ് ഡോണ്ട് ജസ്റ്റ് റെസിസ്റ്റ്. ജസ്റ്റ് നമ്മളിതൊക്കെ ഒഴിവാക്കി മാറിയെന്ന് കഴിഞ്ഞാൽ നടക്കില്ല. നമ്മൾ ആ ഒരു ടൈം അത്രയും ഡോപ്പമിൻ ഹൈക്കും പിന്നെ ഫണ്ണും തരുന്ന പരിപാടികളാണ് നമ്മൾ മാറ്റി വെക്കുന്നത്. അപ്പം അതിനെന്ത് ചെയ്യണം? എന്തെങ്കിലും ഒരു റീപ്ലേസ്മെൻറ്റ് നമ്മൾ കണ്ടെത്തണം. കുക്കിംഗ് പഠിക്കുക, അല്ലെങ്കിൽ സൈക്ലിംഗ്, എന്തെങ്കിലും ഒരു മാർഷൽ ആർട്സ് ട്രെയിനിങ്ങിന് പോവുക, എന്തെങ്കിലുമൊക്കെ, അല്ലെങ്കിൽ ഫുട്ബോൾ പ്രൊഫഷണലായി കളിക്കാൻ പഠിക്കുക, എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി, ചിത്രം വരക്കാൻ പഠിക്കുക, എന്തെങ്കിലും ക്രാഫ്റ്റ് പഠിക്കുക, എന്തെങ്കിലുമൊക്കെ ഒരു ആക്ടിവിറ്റീസ് എന്ത് ചെയ്യണം? ഈ ഒരു ഗ്യാപ്പിൽ ഫില്ല് ചെയ്ത് കൊടുക്കണം. ഇല്ലെങ്കിൽ നമുക്കിത് ആ ഒരു ബിഹേവിയറിനെ വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. സോ ഒരു കാര്യം മനസ്സിലാക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റും, ഇത്തരം ക്യൂസ് ഒക്കെ. സോ ആ ഒരു വില്ലിങ്നെസ് ഡെവലപ്പ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം. എങ്ങനെ ഈ വില്ലിങ്നെസ് ഡെവലപ്പ് ചെയ്യുക? വില്ലിങ്നെസ് ആദ്യം വന്നിട്ട് ഒക്കെ ചെയ്യാൻ പറ്റുമോ? ഇല്ല. ചെറിയ ചെറിയ ക്യൂസ് കൊണ്ടുവന്ന് അത് ചെറിയ ടാസ്കുകൾ ഫുൾഫിൽ ചെയ്യുമ്പോഴാണ് ശരിക്കും വില്ലിങ്നെസ് നമ്മൾ എന്ത് ചെയ്യുള്ളൂ? ഡെവലപ്പ് ചെയ്ത് വരുള്ളൂ. സോ ഫസ്റ്റ് സ്റ്റെപ്പ്, സ്മോൾ സ്റ്റെപ്പ് എന്ന് പറയുന്ന ആ ഒരു ഫസ്റ്റ് നിങ്ങൾ ചെയ്യാൻ പറ്റുന്ന ആക്ഷനബിൾ സ്റ്റെപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് പ്രയോറിറ്റി. ഓക്കെ, സോ ദ ലൈഫ് വെയിറ്റിംഗ് ദ അതർ സൈഡ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്ത് നമ്മൾ ഉണ്ടാകുമ്പോൾ മാറ്റങ്ങൾ എന്താണ്? ഡീപ്പ് ഫോക്കസ് ആൻഡ് പ്രസൻസ്. ഇന്ന് പലരിലും ഇല്ലാത്ത സാധനമാണ്. എല്ലാവരും ആങ്ഷ്യസ് ആയി ജീവിക്കുകയാണ്. ഫ്യൂച്ചറിൽ അല്ലെങ്കിൽ മുന്നുള്ള അവരുടെ പാസ്റ്റിൽ ഇങ്ങനെ അയ്യോ അങ്ങനെ ആയല്ലോ, ഇങ്ങനെ ആവണല്ലോ എന്നുള്ളൊരു ലൈഫ്, ആ ഒരു പാറ്റേണിലാണ് പലരും ചിന്തിക്കുന്നത്. സോ നമുക്കൊരു ഡീപ്പർ ആയിട്ടുള്ള ഫോക്കസും ഒരു പ്രസൻസും ഉണ്ടാവും. നമ്മൾ നമ്മുടെ ലൈഫിനെ ഇപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ആ ഒരു അവസ്ഥയിൽ ഒരാളുടെ ഇൻട്രാക്ഷനിൽ പറഞ്ഞതാണ്. അതായത് ഈ ഒരു സോഷ്യൽ മീഡിയയിൽ അഡിക്ഷൻ ഉള്ള ആളായിരുന്നു. ആൾ നമ്മളോട് പറഞ്ഞു, ഇത് കഴിഞ്ഞ് വന്നപ്പോൾ അയാൾ പറഞ്ഞതെന്ന് വെച്ചെങ്കിൽ ഇപ്പം എനിക്ക് മൊമെൻറ്റ്സിനെ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്, അത് പോസ്റ്റ് ചെയ്യാനുള്ള ഒരു അർജ് എന്നിലില്ല. റാദർ ദാൻ അതിനെ ഞാൻ എന്ത് ചെയ്യുന്നു? പ്രസൻസിൽ ഫീൽ ചെയ്യുന്നു. അതായത് നമ്മൾ ഹാപ്പിയർ ആയിട്ടുള്ള മൊമെന്റുകളൊക്കെ പോസ്റ്റ് ചെയ്യുന്നവരാണ്. പക്ഷെ പലപ്പോഴും ആ പോസ്റ്റ് ചെയ്യാനുള്ള ഒരു അർജിൻ്റെയും ഒരു വാണ്ടഡ്നെസ്സിൻ്റെ ഇടയിൽ അതിനെ എക്സ്പീരിയൻസ് ചെയ്യാൻ പലപ്പോഴും നമ്മൾ മറന്നു പോലുണ്ട്. നമ്മളവിടെ പ്രസന്റ് ആവലില്ല. നമ്മളതിനെ പോസ്റ്റ് ചെയ്ത് എത്ര ലൈക്ക് കിട്ടാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ എത്ര റീച്ച് കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ ഒരു കോൺഷ്യസ്നെസ്സിനെ എത്തിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രസന്റ് മൊമെന്റ് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവും? നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. സോ അത് നമുക്ക് തിരിച്ചു കിട്ടും. സോ സെക്കൻഡ് വൺ, പുതിയ ഹോബീസ് നിങ്ങൾ കണ്ടെത്തും. കാരണം നിങ്ങൾക്ക് ഓഫ് കോഴ്സ് നിങ്ങൾക്ക് കുറേ ഫ്രീ ടൈം കിട്ടും. അപ്പം നിങ്ങൾ എന്തെങ്കിലും എൻഗേജ്ഡ് ആവാൻ ശ്രമിക്കും. അപ്പോൾ പുതിയ ഹോബീസ്, പുതിയ ഹാബിറ്റ്സ് നിങ്ങൾക്ക് ഉണ്ടാവും. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, ക്വാളിറ്റി സ്ലീപ്പ് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബെറ്ററായി ഉറങ്ങാൻ പറ്റും. കാരണം നിങ്ങൾ ഈ സ്പൈക്ക് ലെവൽസ് ഉള്ള കാരണമാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റാത്തത്? രാത്രി ഈ റീൽസും ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഉറങ്ങാൻ പറ്റാത്തത്. നമ്മളത് മാറ്റി വെക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും? ബെറ്റർ ആയിട്ടുള്ള സ്ലീപ്പുകൾ നമുക്ക് കിട്ടും. ആ സ്ലീപ്പ് നമ്മളെന്ത് ചെയ്യും? ബ്രെയിൻ സിസ്റ്റത്തിനെ ഒക്കെ എന്ത് ചെയ്യും? എനർജൈസ്ഡ് ആക്കും. നമ്മുടെ മറ്റുള്ള വർക്കുകളെയും ഒക്കെ അതെന്ത് ചെയ്യും? നല്ല ബെറ്റർ ആയിട്ടുള്ള സ്ലീപ്പ് ഉണ്ടെങ്കിൽ ബെറ്റർ ആയിട്ടുള്ള എല്ലാവിധ ഔട്ട്കംസും നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി എത്തും. കാരണം സ്ലീപ്പ് നമ്മളുടെ റിഫ്രഷിങ് സിസ്റ്റമാണ്. സോ ഫോർത്ത് വൺ, മെൻ്റൽ ഹെൽത്ത് എൻഹാൻസ്ഡ് ആവും. നിരവധി പഠനങ്ങളുണ്ട്. സോഷ്യൽ മീഡിയയുടെ ഉപയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ കൂടുതലായി ഉപയോഗിക്കുന്ന ആൾ ഡിപ്രഷൻ, ആങ്സൈറ്റി, അതുപോലെ തന്നെ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് വരെ കാണിക്കാൻ കൂടുതൽ എന്താണ്? അവർ ലൈക്ക്ഡ്നെസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തരത്തിൽ ഈ ഒരു സോഷ്യൽ മീഡിയ പാറ്റേൺ നമ്മൾ കൺട്രോൾ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് ബെറ്റർ ആയിട്ടുള്ള മെൻ്റൽ ഹെൽത്ത് ഉണ്ടാകും. കൂടുതൽ നമ്മൾ പ്രസൻ്റ് ആവുന്നത് കൊണ്ട് തന്നെ, മൈൻഡ്ഫുൾ ആവുന്നത് കൊണ്ട് തന്നെ കുറേയൊക്കെ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളുടെ ഒരു പേഴ്സണാലിറ്റി ട്രൈറ്റ്സും മറ്റൊക്കെ നമുക്ക് ഫേവറബിൾ ആയുള്ള അവസ്ഥയിൽ മൗൾഡ് ചെയ്യപ്പെടാൻ അത് സഹായിക്കും. സോ അറ്റൻഷൻ ഓൺ ഡിമാൻഡ്, നമുക്ക് നമ്മളെ അറ്റൻഷനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. നേരത്തെ പറഞ്ഞ ഒരു വലിയ ആർമി നമ്മുടെ അറ്റൻഷൻ ഗ്രാസ്പ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് നമ്മളെ അറ്റൻഷൻ എന്ത് ചെയ്യാൻ പറ്റും? വേണ്ടയിടത്ത് പ്ലേസ് ചെയ്യാനുള്ള ഒരു അതോറിറ്റി നമ്മൾ അറിയാതെ ഉണ്ടാക്കിയെടുക്കുന്നുള്ളതാണ്. സോ ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, വളരെയധികം വാല്യുവബിൾ ആയിട്ടുള്ള ഒരു സ്കിൽ സെറ്റാണ്. ലെസർ പ്രൊക്രാസ്റ്റിനേഷൻ. എന്തുകൊണ്ടാണ് ഓരോ പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യുന്നത്? എല്ലാവർക്കും ഉള്ള പ്രശ്നമാണ്. അതായത് ചെറിയ ആക്ഷൻസ് നമുക്ക് ചെയ്യാനുള്ള ഒരു ഇനീഷ്യേഷൻ പോലും ഇല്ലാത്തതുകൊണ്ടാണ് പ്രൊക്രാസ്റ്റിനേഷൻ ഉണ്ടാവുന്നത്. സോഷ്യൽ മീഡിയ പോലത്തെ വളരെ ചീപ്പറായിട്ട് ഡോപ്പമിൻസ് ഹിറ്റ് ചെയ്യുന്ന സാധനങ്ങൾ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഓഫ് കോഴ്സ് കുറച്ചൊക്കെ പ്രയാസപ്പെട്ടിട്ട് ഒരു ഔട്ട്കമ്മിലേക്ക് എത്തുന്ന ഒരു ആക്ഷൻ കൊണ്ടുവരാൻ നമുക്ക് എന്തായിരിക്കും? പ്രയാസമായിരിക്കും. ഇത് നിർത്തുന്നതിലൂടെ അങ്ങനെയുള്ള ആക്ഷൻസ് ഇടാൻ നമ്മളെന്താവും? നിർബന്ധിതരാകും. കാരണം നമുക്ക് വേറെ വഴിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രൊക്രാസ്റ്റിനേഷൻ ലെവൽസും
പലരുടെയും മാറും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. ഈ ഒരു വെക്കേഷൻ സമയത്ത് നിങ്ങൾക്ക് ചിലപ്പം കൂടുതൽ മറ്റുള്ള എൻഗേജ്മെൻറ്റ്സ് ഒന്നും ഇല്ല, ഫോണ് എന്നുള്ളതിലേക്ക് നിങ്ങൾ കൂടുതലായിട്ട് എന്ത് ചെയ്ത് ഡൈവ് ചെയ്തിട്ട് ഇത്തരം ട്രാപ്പുകൾ നിങ്ങളിൽ പെട്ടുപോകരുത്. ഇനി അതല്ലാത്ത സമയത്താണെങ്കിലും ഫോണിനെ നമ്മൾ യൂസ് ചെയ്യാന്നല്ലാതെ ഫോൺ നമ്മളെ യൂസ് ചെയ്യുന്നൊരവസ്ഥയ്ക്ക് ഒരിക്കലും നമ്മൾ ഇൻട്രാക്ഷൻ പാറ്റേൺസ് പോരുത്. അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, അതിനെ സ്റ്റോപ്പ് ചെയ്യണം. എന്തെങ്കിലും ഔട്ടിൽ നിന്ന് സഹായം ആവശ്യമുണ്ടെങ്കിൽ അത് നിങ്ങൾ തേടണം. ഓക്കെ, നിങ്ങളെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് കേവലം ആരെയിലൊക്കെ ഇടുന്ന റീൽസിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു എന്താ പറയുക വെറുതെ ടൈം കളയുന്ന ഒരുപാട് എലമെൻറ്റുകളിൽ കൊണ്ടുപോയി കളയാനുള്ളതല്ല. യു ഹാവ് ടു ഫോക്കസ്. പഠിക്കാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുള്ള പൊട്ടൻഷ്യലുമായിട്ടാണ് ഓരോ കുട്ടികളും ഇവിടെ ജനിച്ചു വീഴുന്നത്. അതിപ്പോൾ ഈ ഇൻട്രാക്ഷൻസിനെ മൗൾഡ് ചെയ്യാൻ അവർ കൃത്യമായി പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് അവരെന്ത് ചെയ്യും, അഡ്വേഴ്സ് ആയിട്ട് മോശമായിട്ട് അത് എഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. സോ ദാറ്റ്സ് ഇറ്റ്. സ്റ്റാർട്ട് സ്മോൾ. ചെറുതായിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. ഞാനിത് കൂടുതൽ സ്ട്രെസ് ചെയ്യാൻ കാരണം വെക്കേഷൻ ആയതുകൊണ്ട് വളരെയധികം ഇതിലേക്ക് ഡൈവ് ചെയ്യാനുള്ള ഒരു അർജ് ഉണ്ടാകും. പിന്നെ അതുപോലെ തന്നെ വൺസ് ചേഞ്ച് ടുഡേ ഈസ് വർത്ത് മോർ ദാൻ എ പെർഫെക്റ്റ് പ്ലാൻ യു നെവർ സ്റ്റാർട്ട്. ഇന്ന് നമ്മൾ കൊണ്ടുവരുന്ന ഒരു തീരുമാനം, ഒരു ചെറിയ തീരുമാനം, അത് നിങ്ങൾ ഒരിക്കലും ഇതുവരെ സ്റ്റാർട്ട് ചെയ്യാത്ത എന്തോ ഒരു പെർഫെക്റ്റ് ആയ പ്ലാനെക്കാട്ടി എത്രയോ നല്ലതാണ്. അപ്പോൾ ഇപ്പം തന്നെ നിങ്ങൾ തീരുമാനം എടുക്കുക, എങ്ങനെയായിരിക്കും നിങ്ങളുടെ ഒരു ഫോണും ഉപയോഗം എങ്ങനെയായിരിക്കും ഈ ഒരു വെക്കേഷനിൽ ഞാൻ കൊണ്ടുപോകേണ്ടത്, കൂടുതൽ സമയം ഫോണിൽ തന്നെയാണ് ചിലവഴിക്കേണ്ടത്, എന്തെങ്കിലും സ്കിൽ സെറ്റ് എനിക്ക് പഠിച്ചെടുക്കാൻ പറ്റുമോ, അങ്ങനെ എന്തെങ്കിലും പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണോ നിങ്ങൾ ഫോൺ ഉപയോഗിക്കുന്നത് എങ്കിൽ അതിനിട്ട ടൈം എത്രയാണ്, അതിൽ കൂടുതൽ ഞാൻ ഉപയോഗിക്കാൻ സാധ്യതയുണ്ടോ, ഇനി അതുണ്ടെങ്കിൽ അത് ഡിറ്റക്ട് ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു സ്ട്രാറ്റജി ഞാൻ കൊണ്ടുവരേണ്ടത്, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം നമ്മുടെ ടൈം പ്രോപ്പറായിട്ട് നമ്മൾ എവിടെ ഫിക്സ് ചെയ്യുന്നു, എവിടെ നമ്മൾ എഫേർട്ട് ഇടാൻ തീരുമാനിക്കുന്നു, അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, നർച്ചർ ആവുക. അപ്പം ലക്ക് എന്ന് പറയുന്ന ഒരു ഫാക്ടറിന് ഉപരിയായും കൊണ്ട് നമ്മുടെ വർക്ക് എന്ന് പറയുന്ന ഒരു ഫാക്ടറിലേക്ക് എന്ത് ചെയ്യണം, നമ്മൾ മെല്ലെ എത്തിപ്പെടുക എന്നുള്ളതാണ്. സോ ഇന്ന് തന്നെ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നവരാണ്, ഇന്ന് തന്നെ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലുമൊക്കെ ഒരു സ്റ്റെപ്പുകൾ ട്രൈ ഔട്ട് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. സോ മീറ്റ് യു വിത്ത് അനദർ സൂപ്പർ വീഡിയോ. താങ്ക് യു.